എംപോക്സ് നമ്മളെ കേരളത്തിലും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. UAE നിന്ന് വന്നിട്ടുള്ള 38 വയസ്സുള്ള ഒരാൾ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സാധാരണ ചിക്കൻ പോക്സിൻ്റെ ലക്ഷണങ്ങളോട് കൂടിയിട്ട് അഡ്മിറ്റ് ആവുകയും അദ്ദേഹത്തിൻ്റെ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് എംപോക്സ് ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ എന്താണ് എംപോക്സ് അല്ലെങ്കിൽ മങ്കി പോക്സ്? ഓർത്തോപോക്സ് വിഭാഗത്തിൽപ്പെടുന്ന ഒരുതരം DNA വൈറസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണിത്. സാധാരണ ആഫ്രിക്കൻ കാടുകളിലുള്ള അണ്ണാൻ, കുരങ്ങ്, അതുപോലെ തന്നെ എലികൾ പോലെയുള്ള മൃഗങ്ങൾ മനുഷ്യരിലേക്ക് പടർത്തുന്ന ഒരുതരം രോഗമാണ്. പക്ഷേ ആദ്യമായിട്ട് ഈ രോഗം കണ്ടെത്തിയിട്ടുള്ളത് കുരങ്ങനിലായതുകൊണ്ട് ഇതിനെ മങ്കി പോക്സ് എന്ന് വിളിക്കുന്നു. അപ്പം ഈ ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പോലെ തന്നെയുള്ള റാഷസ് ആണ്. അതായത് വേദനയോടും ചൊറിച്ചിലോടും കൂടിയിട്ടുള്ള കുമിളകൾ ഉണ്ടാവുക. അതുപോലെ ചുണങ്ങ് പോലെയുള്ള ചില തടിപ്പുകളും ഈ രോഗത്തോടു കൂടെ കണ്ടുവരുന്നു. പ്രധാനമായിട്ടും ഈ റാഷസ് ജനനേന്ദ്രിയങ്ങളുടെ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ആനസിൻ്റെ ഭാഗങ്ങളിലുമൊക്കെയാണ് കണ്ടുവരുന്നത്. അതുപോലെ നമുക്ക് വായയ്ക്ക് ഉള്ളിലും അതുപോലെ തന്നെ ത്രോട്ടിലും അതുപോലെ ആനസിൻ്റെ മലദ്വാരത്തിൻ്റെ ഉൾഭാഗങ്ങളിലുമൊക്കെ ഈ ഒരു റാഷസ് കണ്ടുവരുന്നുണ്ട്. അപ്പം ഈ ഒരു റാഷസോട് കൂടി തന്നെ കഠിനമായ പനിയും തലവേദനയും പേശീവേദനയും ഒക്കെ കണ്ടുവരുന്നു. അതുപോലെ ഇതിൻ്റെ മറ്റൊരു പ്രധാന ലക്ഷണമാണ് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന വീക്കങ്ങൾ. പ്രധാനമായിട്ടും നമ്മളുടെ കായില വീക്കം എന്ന് പറയുന്ന ലിംഫ് നോഡ്സിൻ്റെ ഉണ്ടാകുന്ന വീക്കം നമുക്ക് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മുതൽ 21 ദിവസം വരെ നമുക്ക് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാവില്ല. അതിനുശേഷമായിരിക്കാം ഇത് പ്രകടമാകുന്നു എന്നുള്ളതാണ് WHO കണക്കുകൾ പറയുന്നത്. അതുപോലെ ഈ ഒരു രോഗം വേറൊരാളിലേക്ക് എങ്ങനെയാണ് പകരുന്നത്? വളരെ ക്ലോസ് ആയിട്ടുള്ള സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണ്. തൊട്ടടുത്ത് ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം എടുത്ത് വിടുമ്പോൾ നമ്മൾ ഈ ഒരു ശ്വാസോച്ഛ്വാസത്തിലൂടെയും ഈ രോഗം പകരുന്നു. അതുപോലെ തന്നെ നേരിട്ടുള്ള സമ്പർക്കം, ഡയറക്റ്റായി ടച്ച് ചെയ്യുക, പ്രത്യേകിച്ചും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ അവരുടെ സ്രവങ്ങൾ നമ്മളെ ശരീരത്തിലേക്ക് വരിക, അങ്ങനെയുള്ള രീതിയിലും നമുക്ക് ഈ രോഗം പകരാവുന്നതാണ്. ഇതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എത്രത്തോളം മാരകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ WHO ഈ ഒരു രോഗത്തെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രോഗത്തെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്. ഇത് മാരകമായി മാറാവുന്ന ഒരു രോഗം തന്നെയാണ്. അപ്പം ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ചികിത്സ തേടുകയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഇതൊരു മരണകാരണമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മുടെ ബ്രെയിൻ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ ലിവറിനോ അല്ലെങ്കിൽ നമ്മുടെ ലങ്സിനൊക്കെ ഉണ്ടാകുന്ന അധികമായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെയാണ് ഇതൊരു മരണത്തിലേക്ക് നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ രോഗം വന്നു കഴിഞ്ഞാൽ പല ആളുകൾക്കും കണ്ണിലൊക്കെ ഇങ്ങനെയുള്ള റാഷസ് കണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു രോഗം തന്നെയാണ് ഈ മങ്കി പോക്സ് എന്ന് പറയാവുന്നതാണ്. സോ ഈ ഒരു രോഗം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുകയും അതിന് പ്രത്യേകമായിട്ട് മുൻകരുതൽ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ രോഗത്തെയും പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഭക്ഷണവും ശരിയായ രീതിയിലുള്ള വെള്ളം കുടിക്കലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഒരു അവശ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണിത്. സോ വീണ്ടും ഇതുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്ക് നന്ദി, നമസ്കാരം. ഹോമിയോ മെഡിക്ക, ദ അഡ്വാൻസ് ഹോമിയോപ്പതി for your better life.